നഗരത്തിലെ തിരക്കേറിയ ആർട്ട് ഗാലറിയിൽ വിൽക്കപ്പെടാതെ കിടന്ന ആ ചിത്രം അർജുനെ വല്ലാതെ ആകർഷിച്ചു. കറുത്ത വസ്ത്രമണിഞ്ഞ ഒരു പുരുഷനും സ്ത്രീയും, പക്ഷേ അവരുടെ മുഖങ്ങൾ ശൂന്യമായിരുന്നു. അർജുൻ അതൊരു കൗതുകത്തിന് വാങ്ങിയതായിരുന്നു. പക്ഷേ അന്ന് രാത്രി മുതൽ അവൻ്റെ ജീവിതം മാറിമറിഞ്ഞു. അർദ്ധരാത്രിയിൽ ആ ചിത്രത്തിൽ നിന്ന് ഒരു നേർത്ത മൂളിപ്പാട്ട് കേൾക്കാം. ജനലിലൂടെ നിലാവെളിച്ചം ചിത്രത്തിൽ പതിക്കുമ്പോൾ ആ സ്ത്രീയുടെ ശൂന്യമായ മുഖത്ത് ചെറിയൊരു ബ്ലഷ് പടരുന്നതായി അർജുന് തോന്നി. ഒരു മിസ്റ്ററി നോവലിസ്റ്റായ അർജുൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. പഴയ ഗാലറി റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അവൻ അറിഞ്ഞു. ആ ചിത്രം വരച്ചത് 10 വർഷം മുമ്പ് കാണാതായ ഒരു പ്രശസ്ത ചിത്രകാരനായിരുന്നു. തൻ്റെ കാമുകിയായ മായയെ അവസാനമായി കണ്ട രാത്രിയിലാണ് അയാൾ അത് പൂർത്തിയാക്കിയത്. പക്ഷേ പെയിന്റിംഗ് തീരും മുമ്പ് അവർ രണ്ടുപേരും അപ്രത്യക്ഷരായി. അർജുൻ ആ ചിത്രത്തിനു മുന്നിലിരുന്ന് പറഞ്ഞു, "നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണം. ഈ നിശബ്ദത എന്തിനാണ്?" പെട്ടെന്ന് അവൻ്റെ മുറിയിലെ താപനില താഴ്ന്നു. ചിത്രത്തിലെ പുരുഷന്റെ കൈകൾ ചലിക്കുന്നത് പോലെ അവന് തോന്നി. ആ സ്ത്രീയുടെ വിരലിലെ മോതിരം വെട്ടിത്തിളങ്ങി. അർജുൻ അറിയാതെ തൻ്റെ കൈവിരലുകൾ ആ ക്യാൻവാസിൽ തൊട്ടു. ആ നിമിഷം കൊണ്ട് അവൻ മറ്റൊരു ലോകത്തെത്തി. അതൊരു പഴയ തറവാടായിരുന്നു. അവിടെ ആ ചിത്രത്തിലെ അതേ വസ്ത്രമണിഞ്ഞ 2 പേർ നിൽക്കുന്നു. അവർക്ക് മുഖമുണ്ടായിരുന്നു, പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു ഭയമുണ്ടായിരുന്നു. "ഞങ്ങളെ രക്ഷിക്കൂ!" മായയുടെ ശബ്ദം അർജുൻ്റെ ഉള്ളിൽ മുഴങ്ങി. അവർ ഒരു കെണിയിലായിരുന്നു. പ്രണയത്തെ എതിർത്ത ആരോ അവരെ ആ ക്യാൻവാസിലേക്ക് തളച്ചിട്ടതായിരുന്നു. ആ പെയിന്റിങ്ങിൻ്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ ചിഹ്നം അർജുൻ ശ്രദ്ധിച്ചു. അതൊരു പഴയ താവഴി മുദ്രയായിരുന്നു. ആ മുദ്ര മായ്ച്ചു കളഞ്ഞാൽ മാത്രമേ അവർക്ക് മോചനമുള്ളൂ എന്നവന് മനസ്സിലായി. അർജുൻ വേഗം ഒരു ബ്രഷ് എടുത്ത് ആ മുദ്രയ്ക്ക് മേൽ കറുത്ത പെയിന്റ് അടിച്ചു. ഒരു വലിയ കാറ്റിൽ മുറിയിലെ വിളക്കുകൾ അണഞ്ഞു. മിനിറ്റുകൾക്ക് ശേഷം വെളിച്ചം വന്നപ്പോൾ ആ പെയിന്റിംഗ് വെറും ഒരു വെള്ള ക്യാൻവാസായി മാറിയിരുന്നു. പക്ഷേ തൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ അർജുൻ കണ്ടത് നിലാവെളിച്ചത്തിൽ കൈകൾ കോർത്തു പിടിച്ച് അകന്നു പോകുന്ന ആ 2 നിഴലുകളെയാണ്. അവർ ഒരിക്കൽ കൂടി മനുഷ്യരായി മാറിയിരിക്കുന്നു. അർജുൻ്റെ മേശപ്പുറത്ത് ഒരു ചെറിയ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. "മുഖമില്ലാത്തവർക്ക് നീ ശ്വാസം നൽകി. പ്രണയം എന്നും ഒരു നിഗൂഢതയാണ്."